നമസ്കാരം. 2023 ജനുവരിക്കും നവംബറിനും ഇടയിൽ ഇന്ത്യയിലെ 7 കോടി വാട്സാപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചു എന്ന വാട്സാപ്പിന്റെ പ്രതിമാസ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃത ടെലിമാർക്കറ്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ വാട്സാപ്പ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. 2021 ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ടിന്റെ റൂൾ 4 പാലിക്കാനായാണ് വാട്സാപ്പ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വാട്സാപ്പ് പരിശോധന നടത്തിയത്. ഇതിലെ ചില നിബന്ധനകൾ ലംഘിച്ച അക്കൗണ്ടുകളാണ് വാട്സാപ്പ് നിരോധിച്ചിരിക്കുന്നത്. മാർച്ച് 1-നും 31-നും ഇടയിൽ 79,54,000 അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ മാത്രം വാട്സാപ്പ് 29,18,000 അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബറിലെ ഡാറ്റ ഉൾക്കൊള്ളുന്ന പുതിയ റിപ്പോർട്ടിൽ നിരോധിച്ച അക്കൗണ്ടുകളുടെ എണ്ണം 7 കോടിയോളം കവിയും എന്നുകൂടി പറയുന്നുണ്ട്. കൂടാതെ ഉപഭോക്താക്കളിൽ നിന്നും എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിന് മുൻപ് ഈ അക്കൗണ്ടുകളിൽ 2 കോടിയിലധികം നിരോധിച്ചതായി കൂടി വാട്സാപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രതിമാസ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ നവംബർ വരെ ഉപഭോക്താക്കളിൽ നിന്നും 79,000 പരാതികൾ വാട്സാപ്പിന് ലഭിച്ചിരുന്നു. സുരക്ഷാ ആശങ്കകൾ ഉൾപ്പെടെയാണ് പരാതികൾ ലഭിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ വാട്സാപ്പ് അക്കൗണ്ടുകൾ നിരോധിക്കുകയും നിരോധിച്ച അക്കൗണ്ടുകൾ വേണമെങ്കിൽ പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് വാട്സാപ്പിൽ കൂടിയുള്ള ഈ അനധികൃതമായ ടെലിമാർക്കറ്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം കൂടിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വളരെ നിർണായകമായ സമയത്ത് തന്നെ വാട്സാപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.